ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ സുഖമായി ഉറങ്ങുമ്പോൾ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് പണം ഒഴുകിയെത്തുന്ന ഒരു വഴിയെപ്പറ്റി ചിന്തിച്ചിട്ടുണ്ടോ? ബൈബിളിൽ ദൈവം നേരിട്ട് ഒപ്പുവെച്ച് തന്നിരിക്കുന്ന ഒരു സാമ്പത്തിക ഉടമ്പടിയാണിത്. പക്ഷേ ഈ കാര്യം പലർക്കും അറിയില്ല. അതുകൊണ്ട് അവർ ജീവിതകാലം മുഴുവൻ പണത്തിൻ്റെ പുറകെ ഓടിത്തളരുന്നു. ബൈബിളിലെ ഏറ്റവും ശക്തമായ നിങ്ങളുടെ സാമ്പത്തിക തലവര മാറ്റാൻ കഴിവുള്ള ആ കാര്യത്തെക്കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. പലരും വിചാരിച്ചിരിക്കുന്നത് കഠിനാധ്വാനം ചെയ്യുന്നവർക്ക് മാത്രമേ പണം ഉണ്ടാക്കാൻ സാധിക്കൂ എന്നാണ്. എന്നാൽ ബൈബിൾ പറയുന്നത് നേരെ തിരിച്ചാണ്. വിയർപ്പൊഴുക്കി പണിപ്പെടുന്നവനല്ല, ഒരു പ്രത്യേക രീതിയിൽ വിശ്രമിക്കുന്നവനാണ് ദൈവം സമ്പത്ത് കൊടുക്കുന്നത്. നമ്മൾ പള്ളിയിൽ പോയി മെഴുകുതിരി കത്തിച്ച് ദൈവമേ എൻ്റെ കടം മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്നാൽ ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവ് ഇങ്ങോട്ട് വന്ന് എനിക്ക് നിന്നോട് കടമുണ്ട്, ആ കടം പലിശ സഹിതം തിരികെ തരാം എന്ന് പറയുന്ന ഒരവസ്ഥ കേൾക്കുമ്പോൾ അവിശ്വസനീയമായി തോന്നുന്നുണ്ടോ? പക്ഷേ ബൈബിൾ കൃത്യമായി പഠിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. അത് എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കിയാൽ പിന്നെ സാമ്പത്തിക ബുദ്ധിമുട്ട് എന്ന വാക്ക് നിങ്ങളുടെ നിഘണ്ടുവിൽ ഉണ്ടാകുകയില്ല. ഈ പ്രപഞ്ചത്തിൽ ഒരേ ഒരു വഴിയിലൂടെ മാത്രമേ ഈ ഒരു നന്മ നമുക്ക് പ്രാപിക്കാനായിട്ട് കഴിയൂ. ദരിദ്രന് ദാനം കൊടുക്കുന്നവൻ ദൈവത്തിന് കടം കൊടുക്കുന്നു എന്ന വചനം തന്നെ നമ്മെ പഠിപ്പിക്കുന്നു. ശ്രദ്ധിക്കുക, ദൈവം നമ്മളിൽ നിന്ന് ദാനം വാങ്ങുന്നു എന്നല്ല, നമ്മളിൽ നിന്ന് ദൈവം കടം വാങ്ങുന്നു എന്നാണ് വചനം നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഞാൻ നേർച്ച ഇടുന്നുണ്ടല്ലോ, സംഭാവന കൊടുക്കുന്നുണ്ടല്ലോ എന്ന്. ഇവിടെയാണ് നമുക്ക് പലർക്കും തെറ്റുന്നത്. ദാനം ചെയ്തിട്ടും പലർക്കും അതിൻ്റെ അനുഗ്രഹം ലഭിക്കാത്തത് കൊടുക്കേണ്ട രീതിയിൽ ദാനം ചെയ്യാത്തത് കൊണ്ടാണ്. ദാനം ചെയ്യേണ്ടത് എങ്ങനെയെന്ന് ബൈബിൾ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. ഒന്നാമത് തന്നെ ദൈവം പറയുന്നു, ദരിദ്രന് കൊടുക്കുന്നവൻ ദൈവത്തിന് കടം കൊടുക്കുന്നു എന്ന്. അർഹതപ്പെട്ട കരങ്ങളിൽ എത്തുന്നതാണ് ദൈവത്തിന് കടം കൊടുക്കുന്നു എന്ന് പറയുന്നത്. നിങ്ങളുടെ ഇടവകയിലോ അയൽവക്കത്തോ സഹായം ആവശ്യമുള്ള ഒരു വ്യക്തിക്ക് ഉറപ്പായും നിങ്ങളുടെ സഹായം അവർക്ക് നൽകേണ്ടതാണ്. അങ്ങനെ കൊടുക്കുന്നതിലൂടെ ദൈവം നിങ്ങളുടെ കടക്കാരൻ ആകുന്നു എന്ന് ദൈവവചനം തന്നെ പറയുന്നു. ഇടനിലക്കാരനില്ലാതെ നേരിട്ട് അർഹതപ്പെട്ടവൻ്റെ കൈകളിൽ എത്തുമ്പോഴാണ് അതൊരു ദൈവിക ഉടമ്പടിയായി മാറുന്നത്. അതുപോലെ രണ്ടാമത്തെ കാര്യം, പൂർണ്ണ മനസ്സോടെ കൊടുക്കുക. ആരുടെയും നിർബന്ധത്താൽ വഴങ്ങി കൊടുക്കാതിരിക്കുക. സങ്കടത്തോടെ കൊടുക്കാൻ പാടില്ല, സന്തോഷത്തോടെ അവർക്ക് നൽകുക. സ്വർഗം സന്തോഷിക്കുന്നത് പോലെ നിങ്ങൾ അർഹതപ്പെട്ടവൻ്റെ കൈകളിൽ കൊടുക്കുമ്പോൾ നീയും സന്തോഷിക്കുക. നല്ല മനസ്സോടുകൂടി സന്തോഷത്തോടുകൂടി അർഹതപ്പെട്ടവൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കുന്നവനെയാണ് ദൈവം സ്നേഹിക്കുന്നത്. മനസ്സിൽ ഒരു മടിയോടുകൂടി കൊടുക്കുന്നത് ഒരിക്കലും ദൈവത്തിൻ്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തുകയില്ല. അത് ദൈവം വരവ് വയ്ക്കുന്നില്ല. അത് നിനക്ക് ലഭിക്കേണ്ട നന്മകൾ കുറവ് വരുത്തുന്നു. അതുപോലെ മൂന്നാമത്തെ കാര്യം, മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി നിങ്ങൾ ഒരാളെ സഹായിക്കരുത്. ഞാനിങ്ങനെയുള്ള നന്മകൾ ചെയ്യുന്നു എന്ന് മറ്റുള്ളവരുടെ മുൻപിൽ കാണിക്കുകയും അല്ലെങ്കിൽ അവരുടെ പേര് വലിയ രീതിയിൽ എഴുതി വയ്ക്കാൻ വേണ്ടിയോ ദാനം ചെയ്യരുത്. വലം കൈ ചെയ്യുന്നത് ഇടം കൈ അറിയരുത് എന്നാണ് പ്രമാണം. മനുഷ്യരുടെ കൈയടി ആഗ്രഹിച്ചാൽ ദൈവത്തിൻ്റെ പ്രതിഫലം നിങ്ങൾക്ക് നഷ്ടമാകും. നീ ചെയ്യുന്ന ദാനം രഹസ്യത്തിൽ കാണുന്ന പിതാവ് നിനക്ക് പരസ്യമായി പ്രതിഫലം നൽകും. ഈ 3 കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് നിങ്ങൾ ദൈവത്തിന് കടം കൊടുത്താൽ എപ്പോഴാണ് ദൈവം അത് നിങ്ങൾക്ക് തിരികെ തരിക? അവിടെയാണ് നമ്മൾ തലക്കെട്ടിൽ പറഞ്ഞ ഉറക്കത്തിൻ്റെ രഹസ്യം. സങ്കീർത്തനം 27 പറയുന്നു, നിങ്ങൾ അതികാലത്ത് എഴുന്നേൽക്കുന്നതും
താമസിച്ചു കിടപ്പാൻ പോകുന്നതും കഠിന പ്രയത്നം ചെയ്ത് ഉപജീവനം നടത്തുന്നതും വ്യർത്ഥമത്രേ. തൻ്റെ പ്രിയനോ അവനത് ഉറക്കത്തിൽ കൊടുക്കുന്നു. ഇതൊരു മാജിക്കല്ല, ഇതൊരു കൃഷിരീതിയാണ്. ഒരു കർഷകൻ പകൽ മുഴുവൻ പണിയെടുത്ത് വിത്ത് വിതയ്ക്കുന്നു. രാത്രി അവൻ എന്തു ചെയ്യുന്നു? അവൻ പോയി സുഖമായി ഉറങ്ങുന്നു. അവൻ ഉറങ്ങുമ്പോൾ അവൻ പോലും അറിയാതെ മണ്ണിനകത്ത് ആ വിത്ത് പൊട്ടിമുളയ്ക്കുകയാണ്. നിങ്ങൾ പകൽ സമയത്ത് അർഹതപ്പെട്ടവൻ്റെ കയ്യിൽ നേരിട്ട് വെച്ചു കൊടുക്കുന്ന ആ പണം ദൈവത്തിൻ്റെ മണ്ണിൽ വീഴുന്ന വിത്താണ്. നിങ്ങൾ രാത്രിയിൽ തലയണയിൽ തലവെച്ചുറങ്ങുമ്പോൾ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവ് പണിപ്പുരയിൽ ആയിരിക്കും. നിങ്ങൾ വിതച്ച ആ ചെറിയ വിത്തിനെ വലിയൊരു വൃക്ഷമാക്കി മാറ്റാനുള്ള പണിപ്പുരയിൽ. നമ്മൾ പലപ്പോഴും സങ്കടപ്പെടാറുണ്ട്. എന്തുകൊണ്ടാണ് ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചിട്ടും എനിക്ക് സാമ്പത്തിക ബുദ്ധിമുട്ട് ഉണ്ടാകുന്നത്? അതിൻ്റെ ഉത്തരം വളരെ ലളിതമാണ്. നാം ഓരോരുത്തരും വിത്ത് ഇടാതെ തന്നെ വിളവ് പ്രതീക്ഷിക്കുന്നു. പ്രിയമുള്ളവരെ, പത്രോസിനെ ഓർമ്മയില്ലേ? അവൻ യേശുവിന് വള്ളം കൊടുത്തത് കടമായിട്ടാണ്. എന്നാൽ തിരികെ അവന് കിട്ടിയത് എന്താണ്? അവൻ്റെ വള്ളം മുങ്ങാൻ തക്കവണ്ണം അനുഗ്രഹം. നിങ്ങൾ ഒരു പാവപ്പെട്ടവന് നിങ്ങളിലുള്ളത് ഒരു ഇടനിലക്കാരനില്ലാതെ നേരിട്ട് കൊടുക്കുന്നത് നിങ്ങൾ ദൈവത്തെ നിർബന്ധിക്കുകയാണ് നിങ്ങളെ അനുഗ്രഹിക്കാൻ. ഇങ്ങനെ കൊടുക്കുമ്പോഴാണ് നിങ്ങളുടെ ഉറക്കത്തിലും നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ വഴികൾ തുറക്കുന്നത്. ഇങ്ങനെ ഒന്ന് ചെയ്തു നോക്കൂ. ഉറപ്പായും നിങ്ങളുടെ ജീവിതത്തിലേക്ക് പണം പല രൂപത്തിൽ ഒഴുകി വരും. പലരുടെയും ആവശ്യങ്ങൾ പലതാണ്. ചിലർ കടബാധ്യതകൾ മാറാൻ പ്രാർത്ഥിക്കുന്നു, ചിലർ സമ്പന്നതകൾ വർദ്ധിക്കാൻ പ്രാർത്ഥിക്കുന്നു. എങ്കിലും പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. സമ്പത്തുണ്ടായാൽ മാത്രം പോരല്ലോ ആ സമ്പത്ത് എന്നും നിലനിൽക്കാനും അത് ഐശ്വര്യം കൊണ്ടുവരികയും തലമുറകളോളം അനുഗ്രഹമായി മാറുന്നതിനും വേണ്ടി. എന്നാൽ പല കുടുംബങ്ങളിലും നേരെ തിരിച്ചാണ്. കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കുന്ന പണം ഹോസ്പിറ്റലിൽ ചിലവാക്കുകയും പല അനാവശ്യ ചിലവുകളിലും മുങ്ങിപ്പോകുകയും ചെയ്യുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ഇവിടെയാണ് നമ്മൾ പോലും അറിയാത്ത ഒരു വലിയ സത്യം ഒളിഞ്ഞിരിക്കുന്നത്. ആരുടെയും കണ്ണു നിറയാതെ പണമുണ്ടാക്കുവാൻ ശ്രമിക്കുക. നമ്മളിലേക്ക് സമ്പത്ത് വരുവാനും അത് തലമുറയോളം നിലനിൽക്കുവാനും നമ്മെ സഹായിക്കുന്ന ഒരു പുണ്യപ്രവൃത്തിയാണ് ദാനം എന്ന് പറയുന്നത്. അതൊരു പുണ്യപ്രവൃത്തി മാത്രമല്ല, നിങ്ങളുടെ സമ്പത്തിനെ ശുദ്ധീകരിക്കുന്ന ഒരു പ്രക്രിയ കൂടിയാണ്. ദൈവത്തിന് ഇന്ന് രാത്രി നമുക്ക് വേണ്ടി പണിയെടുക്കുവാൻ എന്തെങ്കിലും പാകത്തിന് ഞാൻ വിതച്ചിട്ടുണ്ടോ? ഓരോ ദിവസവും കിടക്കുന്നതിന് മുൻപ് ചിന്തിക്കുക. ദൈവം അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. ആമേൻ.